സെക്രട്ടറി തലശ്ശേരി നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി വാർഡ് വിഭജന സമയത്ത് തന്നെ BJP സ്ഥാനാർത്ഥികൾ ജയിച്ചതും രണ്ടാം സ്ഥാനത്തും എത്തിയതായിട്ടുള്ള വാർഡുകൾ മുറിച്ച് തറച്ച് BJPയുടെ പരാജയം ഉറപ്പുവരുത്താനുള്ള ശ്രമം ഭരണകക്ഷിയായ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇലക്ഷൻ സമയത്ത് BJP ജയിക്കുന്ന വാർഡുകളിൽ കോൺഗ്രസും CPM-ഉം ധാരണയായി BJPയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പോരാ എന്ന് മനസ്സിലാക്കിയ CPM-ഉം കോൺഗ്രസും CPM SDP-യുമായിട്ടും കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുകയും BJPക്കെതിരെ അവരെ പരാജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവിശുദ്ധ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് SDP തലശ്ശേരിയിൽ ആദ്യമായിട്ട് ബാലത്ത് ജയിച്ചിട്ട് വരുന്നത്. SDP എന്ന് പറയുന്ന മതഭീകരവാദ സംഘടന പട്ടാമ്പ്രം വാർഡിലും ടെമ്പിൾ വാർഡിലും അവർക്ക് രണ്ടാമതെത്താൻ സാധിച്ചിട്ടുള്ളത് LDFന്റെ വോട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും. ആ വോട്ടുകൾ SDP-യെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. SDP-യുമായിട്ട് അവിശുദ്ധ സഖ്യമുണ്ടാക്കി 4 സീറ്റ് അവർക്ക് കൊടുക്കണമെന്ന ധാരണയുടെ ഭാഗമായിട്ടാണ് CPM ഇത്തവണ തലശ്ശേരി നഗരസഭയിലേക്ക് മത്സരിച്ചിട്ടുള്ളത്. SDP-യും CPM അന്തർധാര പ്രകടമാകുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടുള്ളത്. കാരണം CPM-ന്റെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ പല വാർഡുകളിലും CPM 4ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും പോയതായി കാണാൻ സാധിക്കും. കോൺഗ്രസിന്റെ ഭാഗം എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും അവിശുദ്ധ സഖ്യമുണ്ടാക്കുകയും അതുപോലെ തന്നെ കോൺഗ്രസും CPM-ഉം അവിശുദ്ധ സഖ്യമുണ്ടാക്കി പല വാർഡുകളിലും BJP പരാജയപ്പെടുത്താൻ ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും 6 വാർഡുകളിൽ BJP ജയിക്കുകയും 19 വാർഡുകളിൽ BJP 2ാം സ്ഥാനത്ത് വരികയും ചെയ്തിട്ടുണ്ട്. വലിയ ഗണ്യമായ വർധനവാണ് വോട്ടിംഗിൽ BJPക്ക് ഉണ്ടായിട്ടുള്ളത്. കുട്ടിമാക്കോൽ വാർഡിൽ പോലും BJPയാണ് 2ാമത് വന്നിട്ടുള്ളത്. ചെള്ളത്ത് വാർഡുകളിൽ അതുപോലെ തന്നെ ചെയർമാൻ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടുള്ള ചന്ദ്രശേഖരൻ മത്സരിച്ചിട്ടുള്ള ഊരാൻകോട്ട് വാർഡ് ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ 2ാമത് BJPയാണ് എത്തിയിട്ടുള്ളത്. അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം 3ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം എവിടെയും മുസ്ലിം വാർഡുകളിൽ മുസ്ലിം ആളുകളുള്ള വാർഡുകളിൽ അവിടെ വോട്ടിംഗ് മറിക്കുന്നതിന് വേണ്ടിയിട്ട് SDP-യും ജമാഅത്ത് ഇസ്ലാമിയും കോൺഗ്രസും CPM-ഉം BJPക്കെതിരായിട്ടുള്ള അവിശുദ്ധ സഖ്യമുണ്ടാക്കി മത്സരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് ഇതിനെയൊക്കെ പരാജയപ്പെടുത്താൻ BJPക്ക് സാധിച്ചത് ഈ നല്ലവരായ വോട്ടർമാർ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തതുകൊണ്ടാണ്. BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്ത തലശ്ശേരിയിലെ നഗരസഭയിലെ വോട്ടർമാർക്ക് BJP അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. 1000 നന്ദി അറിയിച്ചു കൊള്ളുന്നു.